ഈ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്ന സൈനു, അതേപോലെ ജൂയി, ബിജു, അതേപോലെ സന്ദീപ്, ഇവരൊക്കെ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ്. കാരണം ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ അവരുടെ ഇൻഎക്സ്പീരിയൻസ്, പരിചയക്കുറവ് ഉള്ള സമയമായിട്ട് കൂടി അവർ 2-3 പ്രോഗ്രാംസ്, ആക്ടിവിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് നടത്തിയ കാഴ്ചകളുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഇരുമാരും ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനത്തോടനുബന്ധിച്ചുണ്ടായ കർഷക ദിനാഘോഷത്തിൽ നമ്മളൊരു സ്റ്റോള് അവർ ചെയ്യുകയുണ്ടായി. ആളുകളൊക്കെ നമ്മുടെ സംവിധാനത്തെ പറ്റി ആളുകൾക്ക് പരിചയിക്കാനുള്ളൊരു അവസരം അവരുണ്ടാക്കി. ഒപ്പം സ്കൂളുകളിലൊക്കെ ബുക്ക് വിതരണം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ സന്ദീപ് ഇരിക്കുന്ന സമാനം സന്ദീപ്, അതേപോലെ സന്ദീപിനൊപ്പം സൈനുവാകുന്നത് അല്ലേ, സോലോയുടെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു, സോലോയുണ്ട് മുമ്പേ പറഞ്ഞത്. അപ്പം ഇവർ രണ്ടുപേരും ഒരു ഡെലിഗേഷൻ പെറ്റീഷൻ ഒക്കെ ഇതിനോടകം സൈൻ ചെയ്തു. നല്ല രീതിയിൽ അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിനന്ദനവും അറിയിക്കുന്ന സന്ദീപിനും അക്കാര്യത്തിൽ അപ്രിസിയേഷൻ ഉണ്ട്. ഒപ്പം നമ്മുടെ ലോ സ്റ്റുഡൻസ് ആയിട്ടുള്ള നന്ദകുമാറും ജോസഫും ജേക്കബും അവരും ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട്. അതായത് അവരുടെ കാര്യം എടുത്ത് പറയാൻ കാര്യം, കോളേജിലെ ലോ കോളേജിലെ ഇലക്ഷനോടനുബന്ധിച്ച് അവധി കിട്ടിയ ഒരു അവസരത്തിൽ അവർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്ന് അവരുടെ സേവന മനസ്കത ഓഫർ ചെയ്തൊരു കാഴ്ച കാണുകയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിത് പറയാൻ കാര്യം ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷവും എനർജിയും തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനൊക്കെ ലോ കോളേജിൽ അവധി കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് കളിച്ചു നിർത്തി നടക്കാൻ ആഗ്രഹിച്ചിരുന്നത് ആ കാലത്തൊക്കെ. അപ്പോൾ ഇവർ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും DLSAയുടെ ഡ്യൂട്ടി വേണം എന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനും ഒരു കയ്യിൽ നിങ്ങൾ എല്ലാവരും കൊടുക്കും. ദീപം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ പോട്ടെ. ഈ അപ്രിസിയേഷനിൽ കൂടുതൽ കേട്ട് ഇല്ല കളയുക. കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റായിട്ട് മാത്രം ഇതിലേക്കാണ്. ഇതിൽ നമ്മൾ മൈനിക്കാതെ കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഒരു ഡിഗ്രിയുടെ ക്ലിനിക്ക് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ അത് സതീഷാണ് തോന്നുന്നത് നേതൃത്വം നൽകിയത്. അപ്പോൾ അത് എടുത്ത് പറയാൻ കാര്യം അതിനകത്ത് ഒരു ഫോട്ടോ കണ്ടിരുന്നു. നല്ല സതീഷ് നല്ല പ്രൗഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അല്ല, ആ ഫോട്ടോയ്ക്ക് അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലിസം, അതേപോലെ നമ്മുടെ ആ ഒരു സിസ്റ്റമാറ്റിക് രൂപമൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ലൊരു പിക്ചറായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഏത് കാര്യം ഒരു പ്രൊഫഷണൽ സമീപനത്തോടു കൂടി കാണുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ലെവലിൽ. അപ്പോൾ അത് നന്നായി. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മുടെ ആക്ടിവിറ്റീസ് ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട്. പിന്നുള്ളത് നമ്മുടെ ഓണം സെലിബ്രേഷൻ 2-ാം തീയതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയും. മറ്റൊരു കാര്യം, നമ്മുടെ ഗോത്രബന്ധൻ സ്കീമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു. ഒരു കോളനിയിലുള്ള പുനരധിവാസം മെയിൻ്റനൻസ് ചെയ്യുന്ന വീടുകളുടെ മെയിൻ്റനൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഷിബു തന്നെയാണത് ചെയ്യുന്നത്. ആരും ഷിബുവിന് സപ്പോർട്ടായിട്ട് ചെല്ലുന്നില്ല എന്നുള്ളതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തു പറ്റി? നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന ആളുകൾ അല്ല, സ്റ്റേഷൻ ഡ്യൂട്ടി ഉള്ളവരെ ഇതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ആരോപണത്തിൽ നിന്നും. പക്ഷേ മുന്നോട്ട് വരണമല്ലോ നിങ്ങളൊക്കെ. എന്ത് പറ്റി നിങ്ങൾക്ക്? ഈ മഴയുടെ ആ ഒരു ഇതാണ്, ആലസ്യമാണോ? അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞല്ലോ ആഴ്ചയായിട്ട്.
അതിലേക്ക്. അപ്പം എന്തായാലും നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാരും പ്രത്യേകിച്ച് അവിടെ ഒരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പണം മുടക്കുകയോ മറ്റെന്തെങ്കിലും വാങ്ങുകയോ ഒന്നും വേണ്ട. അവിടെ ചെന്ന് നിങ്ങളുടെ സാന്നിധ്യം അവിടെ നിന്ന് അറിയിച്ചാൽ തന്നെ അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. കാരണം കോൺട്രാക്ടറുടെ മേൽനോട്ടത്തിലാണ് പണി ചെയ്തത്. കോൺട്രാക്ടർ അവിടെ പലപ്പോഴും സ്ഥിരമായിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരാളില്ലാന്ന് വരുമ്പം പണിക്കാരല്ലേ അവർ കുഴപ്പം. അവിടെയുള്ള ആളുകൾക്കും ഈ കൂലിപ്പണിക്കൊക്കെ പോകുകയാണ്. അവിടെ നിർത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യം ഒതാവുന്നില്ല. അപ്പം നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ വലിയ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പം ഷിബു പോകുന്നു എന്ന് കരുതണ്ട, അല്ലെങ്കിൽ ഒരാൾ കരുതണ്ട. നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ്, നമ്മുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാകണം. മറ്റൊരു ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്തും ഒക്കെ കാര്യങ്ങളൊന്ന് ചൂട് പിടിപ്പിക്കണം. അവസാന ഘട്ടത്തിലേക്ക് എത്തി. എന്തായാലും ഷിബു അത് ഒരുപാട് അഹോരാത്രം പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയത്. വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ പേപ്പറിലൊക്കെ എഴുതുന്നതിലും അപ്പുറത്തെ നിൽപ്പാണുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണ അക്കാര്യത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതായത് മെൻറ്റേഴ്സ് നമ്മുടെ ഇനിയുള്ളത് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു. മാസാമാസം ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാകും. നിങ്ങൾ പഴയ ആളുകൾക്ക് അറിയാം, പുതിയ ആളുകളുടെ ശ്രദ്ധയിലേക്കാണ്. എല്ലാ മാസവും നമുക്ക് പരിശീലന പരിപാടികളുണ്ടാകും. അപ്പം അതിലൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു നിയമം, ഒരു പ്രത്യേകമായിട്ടൊരു നിയമത്തെപ്പറ്റി നമ്മൾ ആ ട്രെയിനിങ്ങിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്ന് ഉള്ളത് ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന ആളുകളുടെ അവകാശങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് നമുക്ക് വൈകിട്ടോളം തങ്കച്ചിനെവിടെ എത്തിയിട്ടുണ്ട്. അത് തങ്കച്ചിനെടുക്കും ആ സമയമാകും. അതുകൂടാതെ ഓരോ മാസവും നമുക്ക് ഓരോരോ സബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ഇരുത്തി ബോധിപ്പിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ലീഗൽ എയ്ഡ് കൊടുക്കണമെങ്കിൽ ലീഗൽ നോളജ് നമുക്ക് വേണം. ലീഗൽ സർവീസ് കൊടുക്കണമെങ്കിൽ ലീഗൽ നോളജ് വേണം. നിയമപരമായിട്ടുള്ള എല്ലാ അറിവും നമ്മൾ ഒരു വക്കീലിനൊപ്പം കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അറിവ് നമ്മൾ നേടിയെടുക്കാൻ ബാധ്യതയാണ്. വക്കീലിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ പ്രിവിലേജസും നമുക്ക് കിട്ടില്ല. എങ്കിൽ കൂടി ഒരു കാര്യം നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് കൃത്യമായിട്ടുള്ള നിയമോപദേശം കൊടുക്കാനായിട്ട് ലീഗൽ സർവീസസ് റെൻഡർ ചെയ്യാനായിട്ട് ലീഗൽ നോളജ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നത്. കൂടാതെ തലേ മാസത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത്തവണ ഞാനിപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യത്തിൽ അധികം സമയം എടുക്കുന്നില്ല. കാരണം നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ആയിരുന്നു. ഒരു മാസം കംപ്ലീറ്റ് ആയി നമ്മളൊരു ഫുൾ സ്വിങ്ങിലേക്ക് എത്താനുള്ള ഒരു സമയമായി. എങ്കിൽ കൂടി അത് എല്ലാവർക്കും അതിനുള്ള സമയം എത്തിയിട്ടില്ല എന്നുള്ളൊരു കണക്കൂട്ടൽ വിശകലനം നമുക്ക് അടുത്ത മാസം മുതൽ ചെയ്യാം. ഇന്നിപ്പം നമ്മുടെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം, നിയമം മനസ്സിലാക്കാം. അത് അടുത്ത സെഷനിൽ അതിൽ കൈകാര്യം ചെയ്യും. പിന്നുള്ളത് നമ്മുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ. മുമ്പേ ഞാൻ പറഞ്ഞു, തിരുവാർപ്പിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല ജില്ലയിൽ നിന്ന് 40-ലധികം ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ പല പഞ്ചായത്തുകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും സജീവമായിട്ട് കൊണ്ടുപോകണം. എല്ലാ ട്രെയിനിങ്ങിലും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഏറ്റവും നല്ല വേദികളാണ് നമുക്ക് ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ. നിങ്ങൾക്ക് റെമ്യൂണറേഷൻ തരാനും അതിലുപരിയായിട്ട് നമുക്ക് ലീഗൽ സർവീസസ് ആളുകൾക്കിടയിൽ കൊടുക്കുവാനായിട്ട് ഉള്ള നല്ലൊരു രീതിയാണ് ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ. അപ്പോൾ അത് ഏറ്റവും സജീവമായിട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളിൽ പോകുന്ന ആളുകൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മേൽനോട്ടം ഏറ്റെടുത്ത് ആ സാഹചര്യത്തിന് ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് കസ്റ്റമൈസ്ഡ് ആക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കളക്ടറേറ്റിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു, ഒരു തവണ എനിക്കൊന്ന് ജയമയോ പ്രാരംഭയോ ഏതോ ഒരമ്മ നമ്മളിലൊരമ്മ ജയമയാന്ന് തോന്നുന്നു, ഇത് ആ തരത്തിൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ ചെന്ന ആളുകളുമായിട്ട് ജയമയില്ലേ ഇവിടെ ഉണ്ടോ? ആ ജയമയോ അപ്പം അവർ ഫ്രണ്ട് ഓഫീസിൽ ഒക്കെ ചെന്നിട്ട് നമ്മുടെ ക്ലിനിക്ക് ഇന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു നല്ല ബന്ധത്തിൽ പോയ ദിവസം എനിക്ക് തോന്നുന്നു കുറച്ചധികം കേസുകൾ നമുക്കവിടെ വന്നു ഇല്ലേ? അത് ആളുകൾക്ക് അറിയാനൊരു അവസരമായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നീടുള്ള നമ്മുടെ കളക്ടറേറ്റിലെ ക്ലിനിക്കുകൾ അല്പം ജീവാവസ്ഥയിലാണ്. ഇത് ഞാൻ എല്ലാ ട്രെയിനിലും പറയുന്നതാണ്. കാരണം നമുക്ക് അത്രയ്ക്കും സ്ട്രെയിൻ എടുത്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ക്ലിനിക്കാണ്.
എന്ന് പറയുമ്പോൾ നമ്മുടെ 14 ജില്ലകൾ കേരളത്തിലുണ്ടെങ്കിൽ എനിക്കുള്ള ജില്ലകൾ 1-2 കാണും പരമാവധി. അവിടെയുണ്ടെങ്കിൽ മറ്റൊരു ജില്ല അല്ലെങ്കിൽ 1-2 ജില്ലകൾ കൂടി മാക്സിമം 3-4 ജില്ലകളിൽ അപ്പുറം ക്ലിനിക്കുകളില്ല. കളക്ടറേറ്റ് ജില്ലാ കളക്ടറേറ്റുകൾ ഭരണസ്ഥിരാകേന്ദ്രമല്ലേ ജില്ലയുടെ കളക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു വേദി നമുക്ക് കിട്ടി. ആ ബോർഡ് തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്, ഒരു ദിവസം നമുക്ക് മാറ്റി വെച്ച് തന്നിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ചെയ്യാനുള്ളൊരു ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഡ്യൂട്ടി ചെയ്യാനുള്ളൊരു വേദിയോടൊപ്പം റെമ്യൂണറേഷൻ കാര്യത്തിലും കിട്ടും. നല്ലൊരു ഏറ്റവും നല്ല ക്ലിനിക്കായിട്ട് പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ക്ലിനിക്കാണ് കളക്ടറേറ്റിലേക്ക്. അപ്പോൾ അത് പോകുന്ന ഓരോ ആളുകളും ഇത് നമ്മളവിടെ ചെന്ന് ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളെ കളിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ചിന്തയല്ല. നമ്മളവിടെ ചെന്ന് ഫ്രണ്ട് ഓഫീസിലൂടെ ചെല്ലുക, അവരോട് പറയുക നമ്മുടെ ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു അവരുമായിട്ട് നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ക്ലിനിക്കിലേക്ക് പോകും. അതുപോലെ തന്നെ അവരെ നമ്മുടെ അടുത്തേക്ക് വിളിക്കാം. ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകളും അതേപോലെ സ്റ്റാഫും ആരാണെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ വരാം. അവരെ നമ്മുടെ അടുത്തേക്കും ക്ഷണിക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ലൈസൺ ഉണ്ടാക്കിയേ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ട് ക്ലിനിക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരും, ഒരുപാട് വരും. പക്ഷെ ഇപ്പോൾ വരാത്തതിൻ്റെ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഇല്ലല്ലോ. മാസത്തിൽ 2 ദിവസം അല്ലേ ഉള്ളൂ. അപ്പോൾ മാസത്തിൽ 2 ദിവസം അല്ല ആളുകൾക്ക് പ്രശ്നം. ആളുകൾക്ക് എല്ലാ ദിവസവും ഇരുത്താൻ വേണ്ടിയൊരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം നമ്മൾ 2 ദിവസം ക്ലിനിക്ക് ഉള്ളെങ്കിൽ കൂടി നമ്മുടെ പ്രൊട്ടക്ഷൻ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മുടെ ഓഫീസിൻ്റെ നമ്പർ കൊടുത്ത് അതൊന്ന് ആ ക്ലിനിക്കിൻ്റെ പൂർണ്ണ അർത്ഥം കൈവരുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവരും ശ്രമിക്കണം. ക്ലിനിക്കിൻ്റെ ഡ്യൂട്ടി വരുമെന്നുള്ള പ്രത്യേകം ഈ ഒരു ക്ലിനിക്കിൻ്റെ കാര്യം പ്രത്യേകം പറയാൻ കാര്യം നമുക്ക് അതുപോലെ നല്ലൊരു വേദി വന്നു അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ക്ലിനിക്കിലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളില്ല. അത് ഒരു ഡേറ്റയൊക്കെ കോൺഫോർ ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ടില്ല. സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഒരു നിർദ്ദേശത്തിലൊക്കെ വന്നേക്കാം. നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വലിയ തിരിച്ചടിയായിരുന്നു. നമുക്ക് നല്ല വേദി നഷ്ടമാവും, റെമ്യൂണറേഷൻ സാധ്യത നഷ്ടമാവും, സർവോപരി ആളുകൾക്ക് ഹെൽപ്പ് കൊടുക്കാനുള്ള നഷ്ടമാവും. കളക്ടറേറ്റിലെ ക്ലിനിക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടോ? നമ്മൾ ഒരുപാട് എഫർട്ട് അതിനകത്ത് എടുക്കും. അതായത് ക്ലിനിക്ക് കിട്ടി അതിനുശേഷം പ്രസ് റിലീസ് കൊടുത്തു, അവരുടെ സ്റ്റാഫിൻ്റെ മീറ്റിംഗ് നടത്തി, പത്രങ്ങളിൽ കൊടുത്തു, പ്രസ് റിലീസ് ഓഫീസുകളിൽ കൊടുക്കുന്നതിനൊപ്പം വാർത്ത അല്ല ഈ ഇൻഫർമേഷൻ ഓഫീസുകളിൽ കൊടുക്കുന്നതിനോടൊപ്പം പത്രങ്ങളിൽ കൊടുത്തു. ഇത് തുടങ്ങി നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തി ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ, ആളുകൾ വരുന്ന രീതിയിലുള്ള ബോർഡ് ഇൻസ്റ്റോൾ ചെയ്തു. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടോ? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ മാത്രമേ ഇങ്ങനെ അവിടെ ഫ്രണ്ട് ഓഫീസാണോ ഉദ്ദേശിച്ചത്? ഫ്രണ്ട് ഓഫീസിൻ്റെ നല്ലതായിരുന്നു. ഇപ്പൊ ആ സ്പേസ് അടച്ചു കിട്ടി. അവിടെ ഇപ്പൊ വേറെ ആൾക്കാരെ അതിപ്പം കോടതിയുടെ റെക്കോർഡ് റൂമായി. അത് അടച്ചു കെട്ടി ഭിത്തിയൊക്കെ മുറിയായിട്ട് പറഞ്ഞാൽ അത് ഗ്ലാസ് ഇട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിട്ടില്ല. അത് മാറ്റി ഇപ്പം സ്ഥിരമായിട്ടൊരു റൂമാക്കി. മജിസ്ട്രേറ്റ് കോടതിയുടെ റെക്കോർഡ് റൂമാണ്. പിന്നെ ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഉള്ള എൻട്രി നിഷേധിക്കുന്നു. അപ്പം അത് നോക്കണ്ട, നമ്മൾ അതിൽ നല്ലത് തോൽക്കുക തന്നെയാണ്. ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി ശകലം മാറിയാന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ വന്നാലും ഒക്കെ ഇരിക്കാനും ഒക്കെ സൗകര്യം. നമുക്ക് വേദി എനിക്കൊന്നും ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തെ നല്ലൊരു സ്പേസ് ആയിട്ടാണ് ആ അവൈലബിലിറ്റി നോക്കി കിട്ടിയത്. ശരിയാണ്, കയറി വരുമ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഉള്ള ദിവസം അല്ലെ നമുക്കിപ്പം ഓൾറെഡി ഇതുണ്ടല്ലോ, ബോർഡുണ്ടല്ലോ. അപ്പോൾ ആ ബോർഡിൽ ഒരു കാര്യം അതുകൂടെ ഞാൻ പറയുന്നത്, ബോർഡിൽ നിങ്ങളൊരു ക്ലിനിക്ക് കഴിഞ്ഞ് പോരുമ്പോൾ നെക്സ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് എഴുതി കൂടെ വെക്കും. 3rd ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 3ാമത്തെ വില്ലേജ് എന്ന് പറയുമ്പോൾ 3ാമത്തെ വില്ലേജ് ഏത് ദിവസം വരുന്നു എന്നുള്ളതും കൂടെ അവിടെ നിന്ന് കുറിച്ച് വെക്കണം. അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും അത് നോട്ട് ചെയ്ത് അവർ ആ ദിവസം കണക്കാക്കിയൊക്കെ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. സ്റ്റെപ്പ് കയറി വരുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ആ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സ്പേസ് വേണം.
അല്ലെ ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ കൗണ്ടറൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇരിക്കാം. അല്ല അത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ഒരു ക്ലിനിക്ക് ഉണ്ടെന്നുള്ള പേരോട് കണ്ടിന്യൂ ചെയ്യാം, ഒന്ന് അറിയിക്കാം ആളുകളെ. ശരിയാണ്, കയറി വരുമ്പോൾ ഉള്ള പ്രയോജനം മേളിൽ വന്നാൽ കിട്ടില്ല, അത് പൂർണ്ണമായിട്ട് ശരിയാണ്. പക്ഷേ നമുക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമം പറയുന്നത് നമ്മൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇരിപ്പിടവും കസേര വരുന്ന ആളുകൾക്ക് ആ രീതിയിൽ നമുക്കൊരു ഒരു ലുക്ക് വേണമെന്ന് പറയാനേ, അത് തന്നെ. അപ്പോൾ അത് വേണം. അപ്പോൾ അത് ഒരു സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മറികടക്കാനായിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി വന്നാൽ പ്രതീക്ഷയിനേക്കാൾ കൂടുതൽ പ്രയോജനം കിട്ടുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഒരെണ്ണം LDCS എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തെ റൂമായിരിക്കും കക്കോട്ട് റൂമല്ല, തൊണ്ടി റൂമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ലൈവാക്കി എടുക്കണമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ബിജു പോയിട്ടുണ്ടോ? എനിക്ക് അറിയിക്കണോ? അടുത്ത ക്ലിനിക്കൽ ദിവസം ബിജുവിന് പറ്റുമെങ്കിൽ അതുകൊണ്ട് അവർ തുടങ്ങാണ്ട് താല്പര്യമുണ്ടോ വിളിച്ച് പറയാൻ കഴിയില്ല. ഞാൻ രാവിലെ എന്നോട് രാവിലെ വിളിച്ചായിരുന്നു, അതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ കടുത്തിലേക്ക് അവർ തുടങ്ങാണ്ട് അവർക്ക് ആരെങ്കിലും നിർമ്മിച്ചു. അപ്പോൾ അവരെ നമ്മുടെ പോകുന്നവർക്ക് വീട് തരാമെന്ന് പറയുന്നു. പൈസയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ പ്രൊവിഷൻ വരും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ താമസിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലിസ്റ്റ് തരാൻ പറയാം. തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞു. നേരത്തെ എനിക്കില്ലായിരുന്നല്ലോ അല്ലേ? ഫെബ്രുവരിയിൽ കൊടുക്കാൻ നല്ലത് പറഞ്ഞു. അപ്പം ഞാൻ 3 വർഷം അല്ല, കോവിഡ് കാലത്തിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കാണോ? അല്ല, ഇപ്പോഴല്ല, നേരത്തെ ഈ കുടികാലത്ത് ക്ലിനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപേക്ഷ അവരെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ തന്നത് അത് നമ്മൾ അങ്ങോട്ട് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ട് അവരെ വിളിച്ച് അറിയിക്കാം. അവരൊക്കെ നടത്താൻ തരാം. അല്ലാതെ ചെയ്യാം. അത് ഉചിതമായിട്ടുള്ള ഡേറ്റ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. വൈക്കൻ DLSയും കൂടെ ഉണ്ട്. അതല്ല, ഞാൻ ഇവരോട് വിളിച്ചു. പൊക്കത്തിലോട്ട് പോകുന്ന താഴെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടില്ലേ, അതുകൂടാതെ താഴെ തന്നെ ആയിരുന്നെങ്കിൽ ഈ മരുന്നവർക്ക് കാണുകയും ചെയ്യുമായിരുന്നു. ഇരിപ്പിടാണോ ബോർഡാണോ? നല്ല ബോർഡ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലീഗിലായിട്ടുള്ളത് ബാനർ അങ്ങനെയുള്ള താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ എഴുതിയിട്ട് വലിയ ആളിൻ്റെ സൗജന്യ താഴെ ഫ്രണ്ടിൽ കയറി വരുന്നവർക്ക് താഴെ കാണാം അതിൻ്റെ റിപ്പോർട്ട് അങ്ങനെ പറയുന്നത്. ഇത് സ്കാൻ ബസ്സാണ് സ്കാനിങ് അങ്ങനെ ചെയ്യുന്നുള്ളത്. ഇതുവരെ പശുക്കളുണ്ട് എന്ന് വരുന്ന കളക്ടറിൽ വരുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാക്കും. അത് എപ്പോഴും കാര്യങ്ങളുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രവീൺ സാർ, അരുൺ സാർ, ബാക്കി എല്ലാ PLV അംഗങ്ങൾ, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും ചെറു വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ചോദിച്ചത്. ഭിന്നശേഷിക്കാരുടെ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട നിയമം എന്ന് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ടാണ്. നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 നടപ്പിൽ വന്നൊരു ആക്ടാണ്. ആക്ട് നടപ്പിൽ വരാനൊരു കാരണം കൂടിയുണ്ട്. അന്ന് കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന അരുൺ ഷൂറിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ ഷൂറി ഒരു സെർവർ പാൾസി വിക്ടിമായിരുന്നു. ഇവന് കടുത്ത ഭിന്നശേഷിക്കാരനായിരുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഭിന്നശേഷിക്കാരുടെ സ്വത്ത് സംരക്ഷണം, അതായത് അവരെ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവരുടെ സ്വത്തിന്റെ സംരക്ഷണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു അവരുടെ ആരോഗ്യ സുരക്ഷ, പിന്നൊന്ന് അവരുടെ പുനരധിവാസം. ഈ 3 ലക്ഷ്യങ്ങളും കൂടിയായിരുന്നു ആക്ട് വന്നത്. അതിൽ സ്വത്ത് സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് വന്നിരിക്കുന്ന സ്കീം എന്ന് പറയുന്നത് ലീഗൽ ഗാർഡിയൻഷിപ്പാണ്. പുരുഷരാരും കേട്ടിട്ടുണ്ടാവും ലീഗൽ ഗാർഡിയൻഷിപ്പ്. ഒരു കുട്ടി അത് 18 വയസ്സാകുന്നത് വരെ ആ കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഗാർഡിയനാണ് പാരൻസ്, അവരുടെ മാതാപിതാക്കൾ. പക്ഷെ 18 വയസ്സിന് ശേഷം പിന്നെ അവർ നാച്ചുറൽ ഗാർഡിയൻസിൽ അവർ പിന്നെ ലീഗൽ ഗാർഡിയനായിട്ട് ഉത്തരവാദപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തുന്നത്. അതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത. അത് ആരാണ് അത് ചുമതലപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അത് ലോക്കൽ ലെവൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുണ്ട്. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഒരാളെ ലീഗൽ ഗാർഡിയനായിട്ട് ചുമതലപ്പെടുത്തുന്നത്. ഇതെല്ലാവർക്കും അല്ല. നാഷണൽ ട്രസ്റ്റ് ആക്ട് ഡീൽ ചെയ്യുന്നത് 4 വിഭാഗം കാറ്റഗറിയാണ് ഭിന്നശേഷിയാണ്. 1 ഓട്ടിസം, 2 സെറിബ്രൽ പാൾസി, 3 ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി. നേരത്തെ അത് MR എന്നാണ് പറഞ്ഞത്, മെന്റൽ റിട്ടാർഡേഷൻ എന്നാണ് ആക്ടുകളിലൊക്കെ കാണുന്നത്. ആ പേരുകൾക്ക് ഇപ്പോൾ പരിഷ്കാരം വന്നിട്ടുണ്ട്. അത്തരത്തിലല്ല. മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി എന്ന് മാറിയിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി. ഈ 4 കാറ്റഗറിയാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ഡീൽ ചെയ്യുന്നത്. ഈ 4 കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ 18 വയസ്സായതിനു ശേഷം അവർക്ക് ലീഗൽ ഗാർഡിയൻ്റെ ആവശ്യമുണ്ട്. അത് ഒരു ഓപ്ഷനല്ല, അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ്. കാരണം ഇവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ഒരു ലീഗൽ ഗാർഡിയൻ ഉണ്ടാണ്. നമുക്കിപ്പോൾ അറിയാം, ഒരു വീടിൻ്റെ ഭാഗം നടക്കുന്നു. അവിടെ നോർമലായിട്ടുള്ള കുട്ടികളുണ്ട്, അവിടെ അതുപോലെ എന്തെങ്കിലും ഒരു ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ സാധാരണ ഇതിൽ എല്ലാവരും ഭിന്നശേഷിക്കാരനെ അവഗണിക്കും. പക്ഷെ നിയമം പറയുന്നത് ഭിന്നശേഷിക്കാരനെ ഒരു തരത്തിലും അവഗണിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്കുള്ള അതേ റൈറ്റാണ് ഈ ഭിന്നശേഷിക്കാരനുള്ളത്. അപ്പൊ കുടുംബത്തിന്റെ ഭാഗ ഉടമ്പടി നടന്നാലും ഈ ഭിന്നശേഷിക്കാരന്റെ അവകാശം അവിടെ കൂട്ടിയിരിക്കും. ഇനി അതല്ല, ഈ ഭിന്നശേഷിക്കാരന് അവകാശമുള്ള ഏതെങ്കിലും സ്വത്ത് അവിടെ ഉൽപ്പന്നം നടന്നാലും അവിടെയും ഭിന്നശേഷിക്കാരന്റെ അവകാശം മാറ്റി വെച്ചിരിക്കണം. നിയമം. അപ്പൊ അത് ആരാണ് അത് ഇൻഷുർ ചെയ്യേണ്ടത്? അത് ഇൻഷുർ ചെയ്യേണ്ടത് ലീഗൽ ഗാർഡിയനാണ്. അപ്പൊ ആരാണ് ലീഗൽ ഗാർഡിയൻ? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരൊരു കണ്ടീഷനുണ്ട്, അവർ മെന്റലി സ്റ്റേബിൾ കൂടെ ആയിരിക്കും. ഈ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനുള്ള കഴിവുള്ളവരാണെങ്കിൽ മാതാപിതാക്കളായിരിക്കും ലീഗൽ ഗാർഡിയൻ. ഇനി മാതാപിതാക്കൾ ഇല്ലാത്ത അവസ്ഥയിൽ അടുത്ത സാധ്യത അവരുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോയിന്റ് ആയിട്ടും ആകാം, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കും ആകാം. ഒരാൾ ഒറ്റയ്ക്കാകുമ്പോൾ മറ്റുള്ളവരുടെ സമ്മതം ആവശ്യമാണ്. ഇനി സഹോദരങ്ങളില്ലെങ്കിൽ പിന്നെ ആരാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ ആ ബന്ധുക്കൾക്കും ലീഗൽ ഗാർഡിയൻ നൽകാം. ഇനി ബന്ധുക്കളുമില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലോ അല്ലെങ്കിൽ RPWD ആക്ടിന്റെ കീഴിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NGOs ഉണ്ട്. അവർക്ക് ആ ഉത്തരവാദിത്തം എടുക്കാം. പക്ഷെ അവർക്ക് ഉത്തരവാദിത്തം ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോഴും നാഷണൽ ലോക്കൽ ലെവൽ കമ്മിറ്റി ആയിരിക്കും. അപ്പൊ ഇത് മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നതിന് കാരണം ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ നടത്താൻ പോകുമ്പോഴത്തേക്ക് രജിസ്ട്രേഷന്റെ ഭൂമിയിൽ അത് കൃത്യമായിട്ട് ചോദ്യം വരുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഈ കുട്ടിക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഈ സ്വത്ത് വിൽക്കണമെങ്കിൽ ഈ അവിടെ ഭിന്നശേഷിക്കാരനായി ഏതെങ്കിലും വ്യക്തി ഉണ്ടോ എന്നൊരു ചോദിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവിടെ നിർവഹിക്കപ്പെടേണ്ടി വരും. ഇനി അത് മറച്ചു വെച്ച് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കട്ടെ. ട്രാൻസാക്ഷനുകൾ നമ്മുടെ സ്വത്ത് വിറ്റു, ഭിന്നശേഷിക്കാരൻ്റെ കാര്യം പരിഗണിച്ചില്ല. അങ്ങനെ ഭിന്നശേഷിക്കാരനുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചു. ആ ട്രാൻസാക്ഷൻ നടത്തി മറ്റൊരാൾ വാങ്ങി മറ്റൊരാൾ തിരിച്ചു വിറ്റു. എത്ര ട്രാൻസാക്ഷൻ ഇവിടെ നടത്തിക്കൊണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു. എന്തെങ്കിലും ഒരിക്കലും ഈ ഭിന്നശേഷിക്കാരൻ്റെ അവകാശം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രശ്നം വന്നാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ നടന്ന മുഴുവൻ ട്രാൻസാക്ഷനും ഇൻവാലിഡായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ നിയമം. ഇത് ആ കുട്ടികളുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന അവർക്കാണ് ഈ ഇതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തതും അവർക്കാണ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തതും അവരുടെ അവകാശങ്ങളും സ്വത്തിനുള്ള അവകാശം താവളവും ജന്തുവുമായി സ്വത്തുകൾ വയ്ക്കാനുള്ള അവകാശത്തിന്
അടിയുറപ്പിക്കുന്ന ഒരു നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ മറ്റൊരു സ്കീമുള്ളത് നിരാമയ ഇൻഷുറൻസ് സ്കീമാണ്. നിരാമയ ഇൻഷുറൻസ് സ്കീം നിയമങ്ങൾ അത് ആരോഗ്യ സുരക്ഷയെ കണക്കാക്കി നടപ്പിലാക്കിയ ഒരു നിയമം. അത് നാഷണൽ ട്രസ്റ്റാണ് ഉത്തരവാദിത്വം. 1 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഭൗതിക പരിമിതികളുടെ 4 കാറ്റഗറിക്ക് കൊടുക്കാനുള്ള ഒരു സ്കീമാണ്. 1 ലക്ഷം രൂപയുടെ അത് 1999 14 ലക്ഷം രൂപ. 2025 അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം പിന്നെ വന്ന നിയമമന്ത്രിമാരുടെ ആരുടെ മക്കൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേണ്ടി അത് പരിശോധിക്കപ്പെട്ടു. അദ്ദേഹം മാത്രം ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, 1 ലക്ഷം രൂപയുടെ കവറേജിൽ ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലൈസേഷന് കിട്ടുന്ന മാക്സിമം തുക എന്നുള്ള 15,000 രൂപയുള്ളൂ. അപ്പോൾ ഇതും വലിയ തോതിൽ കുട്ടിഘോഷിക്കപ്പെട്ട് നടപ്പിലാക്കപ്പെട്ട ഒരു സ്കീമാണെങ്കിലും അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്നത് വളരെ ലിമിറ്റാണ്. അത് പരിഷ്കരിക്കാൻ ഇതുവരെ ആരും തയ്യാറാവുന്നില്ല. പിന്നെ അതിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സ്കീമായിരുന്നു ഹറൂണ്ട എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. അത് ഭാവനയിലുണ്ടായിരുന്നു. അത് ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അത് ഏതായാലും നടപ്പിലായിട്ടില്ല. ഈ 2 കാര്യങ്ങളെ ഇപ്പോൾ നടപ്പിലുള്ളത് നാഷണൽ ട്രസ്റ്റ് ആക്ടിനെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആക്ട് എന്ന് പറയുന്നത് RPWD ആക്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അതാണ് RPWD ആക്ടിന് മുമ്പ് ഉണ്ടായിരുന്നത് PWD ആക്ട് 1995. ആ ആക്ടിൽ 7 കാറ്റഗറി ആയിട്ടായിരുന്നു ഭിന്നശേഷിക്കാരെ ഡിഫൈൻ ചെയ്തത്. 7 കാറ്റഗറി. മറിച്ച് RPWD ആക്ടിൽ അത് 21 കാറ്റഗറി. എന്തുകൊണ്ട് നമ്മൾ അറിയപ്പെട്ടിടത്തോളമുള്ള മിക്കവാറുമുള്ള ഭിന്നശേഷികളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു ആക്ടാണ് ആക്ട് 2016. ഈ ആക്ട് എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു UN കൺവെൻഷൻ ഉണ്ടാകുന്നത് 2002 തൊട്ട് 2006 വരെ. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ 2006 ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായി. ആ പ്രമേയത്തിന്റെ ബേസിലാണ്, ആ പ്രമേയത്തിൽ ഇന്ത്യയും പങ്കാളിയാണ്. ഇന്ത്യയും അതിനകത്ത് സൈൻ ചെയ്തു. അവിടെയാണ് ഭിന്നശേഷിക്കാരെന്നും മറ്റെല്ലാവരെയും പോലുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ടെന്നും സമൂഹത്തിൽ മാന്യമായും അന്തസ്സായിട്ടും ജീവിക്കാനുള്ള എല്ലാ അധികാരവും അവകാശങ്ങളും അവർക്കുണ്ടാകണമെന്നും അത് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് അത് ഇൻഷുർ ചെയ്യണമെന്നും പ്രഖ്യാപിക്കുന്ന ഒരു നിയമമാണ്, ഒരു കൺവെൻഷനാണ് ഉണ്ടാകുന്നത്. ആ കൺവെൻഷൻ ഇന്ത്യ ഗവൺമെന്റും സൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് 2016 ഈ ആക്ട് പാസ്സാക്കുന്നത്. 2014 പാസ്സാക്കിയെങ്കിൽ 2017 ആദ്യമായിട്ട് കേന്ദ്ര ചട്ടങ്ങൾ വന്നതും അത് നടപ്പിലാവുന്നത്. അപ്പൊ അതിനകത്ത് വരുമ്പോഴത്തേക്ക് 21 കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുടെ കാര്യം അറിയാം, ഇല്ലേ? ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവരുള്ളതും, അല്ലെങ്കിൽ ഐ വിഷൻ, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ്, സ്പീച്ച് ഇമ്പയർഡ്, ഇങ്ങനെയുള്ളതാണ് ആ ഫിസിക്കൽ കാറ്റഗറിയിൽ പെടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലുള്ള 4 കാറ്റഗറി: സെർവൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, MR എന്നല്ല ID. ഇത് അതുകൂടാതെ ഡ്വാർഫിസം, എല്ലാവർക്കും പറയാം ഡ്വാർഫിസം, പൊക്കക്കുറവ്, അതും ഈ ഭിന്നശേഷിയുടെ 21 കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? 4 അടി 10 ഇഞ്ച് ആണ് ഒരു വെച്ച് വർപ്പിച്ചിരിക്കുന്നത്. 4 അടി 10 ഇഞ്ചിന് താഴെയുള്ള പൊക്കമുള്ളവരെല്ലാവരും ഡ്വാർഫിസം എന്ന കാറ്റഗറി പെടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കണക്കാക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെയുള്ളവർക്കും ഈ നിയമം നൽകുന്ന പരിരക്ഷ വരും. അതുപോലെ തന്നെ മെന്റൽ ഇൽനസ് അത് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് മാനസിക വിഭ്രാന്തിയില്ല, അതും ഈ ഗ്രൂപ്പിൽ കാറ്റഗറി കൊടുക്കുന്നതാണ്. പിന്നെയുള്ളത് നമുക്ക് ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ്. എല്ലാവർക്കും അറിയാം, പാർക്കിൻസൺസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്നത് അത് ഈ ഓട്ടോമൊബൈൽ പ്രശ്നമായിട്ട് വരുന്നതാണ്. അതും ഈ ഗ്രൂപ്പിൽ പെടുന്നു. മറ്റൊന്ന് ബ്ലഡ് ഡിസോർഡർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഹീമോഫീലിയ, അതായത് ബ്ലഡ് ക്ലോട്ടിങ് നടക്കാതെ വരുന്ന കേസുകൾ, നിരന്തരമായിട്ട് ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സാഹചര്യം, ബ്ലഡ് ഹീമോഫീലിയ, തലേസീമിയ, ഹീമോഗ്ലോബിൻ്റെ ഷോർട്ടേജ് മൂലമുണ്ടാകുന്ന ബ്ലഡ് സെൽ പ്രശ്നങ്ങൾ, തലേസീമിയ, സിക്കിൾ ആൻഡ് സെൽ ഡിസീസ്, സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഇപ്പം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർത്ത് എന്നാൽ ഒരുമാതിരി നമുക്ക് അറിവുള്ള എല്ലാ
ഡിസബിലിറ്റിയും കൂടെ ചേർത്തിട്ട് 21 കാറ്റഗറിയാക്കി ഈ വകുപ്പിൽ ഉൾപ്പെടുത്തി. ഇനി 2017 ചട്ടങ്ങൾ ആദ്യം വന്നു. 2018 ഭിന്നശേഷി സർട്ടിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈനുകളും ചട്ടങ്ങളും വന്നു. 2018 ഈ ചട്ടങ്ങൾ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ റൂൾസ് എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ വന്നപ്പോഴത്തേക്കാണ് അതിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചുള്ള നമുക്കൊരു ആധികാരികതയില്ല 2018 മുമ്പ്. കാരണം അന്ന് ഇത്ര കൃത്യമായിട്ടുള്ള ഒരു ചട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. 2018 ഈ റൂളുകൾ വരുമ്പോൾ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു ചട്ടം അതിനകത്തുള്ളത്. അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവരുടെ IQ അസസ് ചെയ്തിരിക്കണം എന്നായിരുന്നു. നിർബന്ധമാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം വന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അവൈലബിലിറ്റിയുടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്, പക്ഷേ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അവരുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ തുടർന്ന് ഈ 2018 ശേഷം ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടായി. ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അവരുടെ ആനുകൂല്യങ്ങളൊന്നും നിഷേധിക്കപ്പെട്ട സാഹചര്യം. കോട്ടയത്ത് ഇവിടെയുള്ളവർക്ക് അറിയാമെന്ന്, കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ വലിയ കലാപമായിരുന്നു. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നത് ബഹളമായിരുന്നു. കാരണം അത് നാട്ടിലാവുന്നത് വേറെ അടുത്തും ക്ലിനിക് സൈക്കോളജിസ്റ്റ് ഇല്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അതിനെ തുടർന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കൂടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ വെക്കണം എന്നുള്ള ആവശ്യമായിട്ട് പോയതിൽ ബാലാവകാശ കമ്മീഷണർ ഓർഡർ ഇറക്കിയിരുന്നു. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കണം. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ബാലാവകാശ കമ്മീഷന്റെ ഓർഡറിന് അത് എഴുതിയ കടലാസിൽ പലപ്പോഴും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് കളക്ടറുടെ ചേംബറിൽ പല മീറ്റിങ്ങുകൾ നടന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മീറ്റിങ്ങുകൾ നടന്നു. മീറ്റിങ്ങുകളിലെല്ലാം ഈ തീരുമാനം ഉണ്ടാകും. ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷെ നടന്നില്ല. കാരണം ഇവിടെ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. കുറച്ച് മൂപ്പിളപ്പ് തർക്കം കൂടെ ഉണ്ടായിരുന്നു. കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഉണ്ടെങ്കിൽ ആരാണ് മൂത്തെന്നുള്ള തർക്കം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോയിന്റ്മെന്റുകളൊന്നും നടന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ ഒരു PLP ഫയൽ ചെയ്യപ്പെടുന്നത്. നമ്മുടെ കോട്ടയം DNC. അത് നമ്മുടെ ലത്തീഫ് സാറായിരുന്നു അന്ന് ഒരു PLPയുടെ പരിഗണന. അന്ന് നമ്മുടെ DLS സെക്രട്ടറി ആയിരുന്ന സുധീഷ് കുമാർ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല. ഒത്തിരി സിറ്റിംഗ് നടന്നു. 2023 വർഷങ്ങൾ ഒരു വർഷത്തോളം സിറ്റിംഗ് നടന്നു. പലപ്പോഴും DMO ഇവിടെ വന്നിരുന്നു. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആൾക്കാർ വന്നിരുന്നു. ഇവിടെ സിറ്റിംഗ് നടന്നു. തീരുമാനമൊന്നും ആയില്ല. പക്ഷെ സുധീഷ് കുമാർ സാറ് എന്തുകൊണ്ടാണ് അവിടെ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ പ്രശ്നം വന്നു. അപ്പോൾ സുധീഷ് കുമാർ സാറിന്റെ പ്രത്യേക ആൾക്കാരിൽ അഭിനന്ദിക്കുന്നത് അദ്ദേഹം ഇതിന്റെ ജോലിയിൽ പുറത്തു വന്നിട്ട് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുമായിട്ട് എല്ലാവരുമായിട്ട് ഫോണിലൂടെ അദ്ദേഹം സ്വയം സംസാരിച്ചു. അവരുടെ അസോസിയേഷനുകളോട് സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റുമാരുമായിട്ടും അവരുടെ ഭാരവാഹികളോട്ടും സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം തീരുമാനമെടുത്തു. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സകല സ്പെഷ്യൽ സ്കൂളുകളുടെയും കുട്ടികളുടെയും സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കണം. അതിനുവേണ്ടി ഇവരുടെ സഹായം ചോദിച്ചു. അവരെല്ലാവരും വോളണ്ടറി ആയിട്ട് തിരുവനന്തപുരത്ത് വരെ വോളണ്ടറി ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ കോട്ടയത്ത് വന്നു. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തി, ക്യാമ്പ് നടത്തി അവരുടെ എല്ലാ സർട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം. അതിനകത്ത് കോട്ടയം DNCയുടെ വലിയ ഇൻവോൾവ്മെന്റും സുധീഷ് കുമാർ സാറിന്റെ ഇൻവോൾവ്മെന്റ്. അത് തുടങ്ങിയ സുധീഷ് കുമാറിന്റെ സമയത്തായിരുന്നു. അതിന് അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് അദ്ദേഹം പ്രൊമോഷൻ ചെയ്യുന്നത് രാഷ്ട്രീയമായിരുന്നു. അങ്ങനെ നാട്ടിലെ സമയത്താണ് കംപ്ലീറ്റ്. അങ്ങനെ ഒരു വലിയ ആക്ടിവിറ്റി DLS ആക്ടിവിറ്റി തന്നെ ഈ വിഷയത്തിൽ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ ഇനി ഏതാനും സ്കീമുകളെ കുറിച്ച് ഞാൻ ലളിതമായിട്ടൊന്നും വിശദീകരിക്കാം. ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ചില സ്കീമുകൾ. ഒന്ന് ഭിന്നശേഷി കമ്മീഷൻ. ഭിന്നശേഷി കമ്മീഷൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് വരെ അത് വികലാംഗ കമ്മീഷനായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ആ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഗവൺമെന്റ് ഓർഡർ. ഇന്നുപോലെ അത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനായിരുന്നു. അതുപോലെ അത് വികലാംഗ കോർപ്പറേഷനായിരുന്നു. അപ്പോൾ നമ്മുടെ കേസിലെല്ലാത്തിനും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ആളുകളെ സംസാരിക്കുമ്പോഴും ഭിന്നശേഷിക്കാരെ കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ കുറച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇങ്ങനെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് വികലാംഗനെന്നോ ചട്ടമെന്നോ അങ്ങനെ അതൊക്കെ അബ്യൂസീവായിട്ട് ഒരാൾ പണ്ടൊക്കെ നമ്മൾ നാട്ടുപുറങ്ങളിൽ അങ്ങനെ സംസാരിക്കുമായിരുന്നു.
ഇപ്പൊ RPWD ആക്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ പാടില്ല, അത് അബ്യൂസാണ്. ഇവരുടെ അവകാശങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്, ഇൻഡിപെൻഡൻസുള്ളവരാണ്, അത്തരത്തിലുള്ളവരാണ് ഡീൽ ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ഒരു സ്കീം ഞാൻ പറയുന്നത് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സാമൂഹ്യ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നതാണ്. 22,500 രൂപ ഒരു വർഷം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്കീമാണത്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണെങ്കിൽ അവിടെ നടപ്പിലാക്കുന്ന പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകപ്പെടും, കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടക്കുന്ന ഒരു ജില്ല. അതിന് ക്രെഡിറ്റ് പോകുന്നത് DLSIക്ക് തന്നെയാണ്. ഒരു 2-3 വർഷമായുള്ളൂ ഇത് ഈ തുക ആളുകൾ കിട്ടിത്തുടങ്ങിയിട്ട്. അതിനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്നും ആർക്കും അവയർനെസ് ഉണ്ടായിരുന്നില്ല, പഞ്ചായത്തുകൾക്ക് അറിയാമെങ്കിലും അവർ കൊടുത്തിരുന്നില്ല. അവിടെയും DLSയുടെ ഇടപെടൽ, പല കലാലയങ്ങളും DLSയുടെയും ഇടപെടൽ മൂലം കോട്ടയം ജില്ലയിൽ നിന്ന് വളരെ ഫലപ്രദമായ രീതിയിൽ 90% കേസുകളിൽ അത് നന്നായിട്ട് വന്നു. ഇപ്പോഴും ചില കേസുകൾ, ചുരുക്കം ചില കേസുകൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് ഈ സ്കോളർഷിപ്പ്. പിന്നൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1,600 രൂപയുടെ പെൻഷൻ. അത് തന്നെയാണ് ഭിന്നശേഷിക്കാർക്കും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട്. RPWD ആക്ട് പ്രകാരം തത്തുല്യമായിട്ടുള്ള സ്കീമുകളിലെ ഭിന്നശേഷിക്കാർക്ക് ഒരു 25% എക്സ്ട്രാ കൊടുക്കുന്നതിനൊരു വകുപ്പുണ്ട്. പക്ഷെ അത് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവർക്ക് 1,600 രൂപ തന്നെയാണ് കിട്ടുന്നത്. ആ വിഷയത്തിൽ ഇവിടെ നമ്മുടെ പ്രവീൺ സാറിനെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിരുന്നു. അവരുടെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. സാമ്പത്തിക പരാതികളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള മറുപടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. സാമൂഹ്യക്ഷേമ പെൻഷന് ഒരു വലിയ വരുമാന പരിധി വെച്ചു. വരുമാന പരിധി എന്ന് പറയുന്ന എല്ലാവർക്കും പറയുന്നത് 1 ലക്ഷം രൂപയുടെ വരുമാന പരിധി വെച്ചു. അത് വലിയ അനീതിയാണ്. കാരണം നമ്മളൊരു ഭിന്നശേഷിക്കാരിൽ തന്നെ പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന, അതിതീവ്ര വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപ എന്ന് അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും 5 പൈസയുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയില്ല. എപ്പോഴും മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് പറയുന്നത് വലിയ കടുത്ത നീതിയാണ്. മാതാപിതാക്കളുടെ കാലത്ത് ഒരു പക്ഷേ കുട്ടിയെ നോക്കിയിരിക്കും. മാതാപിതാക്കൾ ക്ലാസ് മതി 4 രൂപ പരിഗണിക്കും. അവരും 1 ലക്ഷം രൂപ കൂടുതൽ വരുമാനങ്ങളൊന്നും കിട്ടുകയില്ല. അതും പരിഷ്കരിക്കണമെന്ന് വേണ്ടിയിട്ട് നമ്മൾ ഈ പരാതിയുടെ കൂടെ തന്നെ ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നെങ്കിൽ അതേ മറുപടി സെയിം ആണെങ്കിലും അത് ഉടനെ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആശ്വാസ കിരണം എന്നുള്ള പദ്ധതിയാണ്. അതും എല്ലാവരും കേട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീവ്ര വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ പരിചാരകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അത് വലിയ തുകയൊന്നുമില്ല, 600 രൂപയുടെ ഒരു സ്കീമാണ്. ആ 600 രൂപയുടെ ഒരു സ്കീമിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബറിൽ 18 മാസത്തെ അതുപോലെ പെൻഡിങ് ആയി. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം പേരും ആ സ്കീമുകളിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അവിടെയും ഒരു PLPയുടെ പണിയുകയും പ്രവീൺ സാറാണ് ആ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇടപെടലിന്റെ ഫലമായിട്ട് ആ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയ വളരെ പേരെ തിരിച്ചു ചേർക്കാം. ആര് ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം വീണ്ടും ചേർക്കാം. ആ ഗുണഭോക്തൃ ലിസ്റ്റിൽ ചേർക്കാൻ ഒരു അഷുറൻസ് സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുകയും അതനുസരിച്ച് ഔട്ടായി പോയ എല്ലാവരും ചേർത്തിട്ടിരിക്കുകയും. അതുപോലെ തന്നെയാണ് 18 മാസത്തെ പെൻഡിങ് ഒക്ടോബറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ആ 18 മാസത്തെയും കുടിശ്ശിക തീർത്ത് കിട്ടുകയുണ്ടായി. അത് കോട്ടയം DLSയും നമ്മുടെ പ്രവീൺ സാറിൻ്റെയും ശക്തമായ ഇടപെടലുകൊണ്ട് മാത്രം സാധിച്ചു. വീണ്ടും ആണ് അതെ അതെ ശരിയാണ്. അല്ല അങ്ങോട്ടുള്ള വ്യത്യാസം കേട്ടോ സാർ പറഞ്ഞത് ശരിയാണ്. ഈ പദ്ധതി ആശ്വാസങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. അതായത് DLSയുടെ ഇടപെടലിന് ശേഷം, ഇടപെടൽ തുടങ്ങിയതിനു ശേഷം അത് വളരെ ആക്റ്റീവായി. ഞാൻ ഈ ഇവിടെ PLP ഫയൽ ചെയ്യുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ തിരുവനന്തപുരം ഓഫീസിൽ പോയിരുന്നതാണ്. അന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാരണം കൂടുതലുള്ള അപേക്ഷകൾ എങ്കിലും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു.
അത് ഇപ്പോഴും 2018 ശേഷമുള്ളത് ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. 2018 ഉടനെ പരിഗണിക്കാനുള്ള ചർച്ച നടക്കുന്നുണ്ട്, പരിഗണിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള കാര്യമായിരുന്നു. അപ്പൊ ഈ വർഷാവർഷം പുതുക്കാനായിട്ട് കൊടുത്ത അപേക്ഷകളൊന്നും കെട്ടിക്കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് വന്നതാണ്. അത് കഴിഞ്ഞാണ് ഇവിടെ പരാതി പോയി. പക്ഷേ ഈ പരാതി വരികയും ഇവിടുത്തെ ഇടപെടലുണ്ടായതിനു ശേഷം അപാകതകൾ ഈ കാര്യമായി നമ്മൾ ശ്രമിക്കും. ആ ബാക്കിൽ മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പം എല്ലാം കൂടുതലാണ്. ഇപ്പം നമ്മളൊരാൾക്ക് വിവരം വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേരും ആധാർ നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറും. അങ്ങനെ ആയിരുന്നല്ലോ, വെച്ചാൽ യാതൊരു റെസ്പോൺസിബിലിറ്റി നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാനുള്ള സാധ്യത. അതുപോലെ തന്നെ UDID കാർഡ് അതെല്ലാവരും കേട്ടോ, നമുക്ക് പറയാൻ തോന്നുന്നു. എനിക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ആധാർ കാർഡ് പോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇപ്പൊ ചായ എടുക്കുന്നില്ല. UDID കാർഡ് ഇവയ്ക്ക് ഐഡന്റിറ്റി, അതായത് ആധാർ കാർഡ് പോലെ തന്നെ ഭിന്നശേഷിക്കാരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ളൊരു കാർഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് വിഷയിക്കുന്ന UDID കാർഡ്. UDID കാർഡ് ഏറ്റവും ആധികാരികമായിട്ടുള്ള രേഖയായിട്ടാണ് സർക്കാരിലെല്ലാം ഉള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും എല്ലാ സ്കീമുകളിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആധികാരിക രേഖ എന്ന് പറയുന്നത് UDID കാർഡ്. അത് സ്വാവലംബൻ കാർഡ് കൊടുക്കുന്നതിന് പോയി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്വാവലംബൻ കാർഡ് കൊടുക്കും. സ്വാവലംബൻ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കത് ലോഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ട് എന്നുകൊണ്ട് ലോഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ അടുത്ത ക്യാമ്പിൽ നമ്മൾ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക, അവിടെ അതിന്റെ കൊണ്ടെടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ബാക്കി മെഡിക്കൽ ക്യാമ്പ് പങ്കെടുക്കുക. ഇതാണ് മെഡിക്കൽ ബോർഡ് തന്നെ വേണം. ബെഞ്ച് ഡിസബിലിറ്റി എന്നാണ് 40%. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാർഡ്. ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞത് 1 ലക്ഷം രൂപ ഇൻഷുറൻസ് അത് ഇവിടെ നിന്ന് കിട്ടുന്നത് നാഷണൽ ട്രസ്റ്റ് സൈറ്റിൽ പോയാൽ നമുക്ക് ഓൺലൈനായിട്ടില്ല. സ്വാവലംബൻ നാഷണൽ ട്രസ്റ്റ് ഞാൻ ഒരു LIC ഏജന്റാണ്. പല ആൾക്കാരും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഇൻഷുറൻസ് ചോദിക്കുന്നില്ല. പക്ഷേ LIC അങ്ങനെ കൊടുക്കാൻ ഇല്ല. അതുകൊണ്ടാണ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ നിരാമയ ഇൻഷുറൻസ് LIC ശരിക്കും LIC പോലുള്ള കമ്പനികൾ ഇത് കൊടുക്കേണ്ടതാണ്. ഇത് വെച്ച് നല്ല 1 ലക്ഷം രൂപയുടെ സ്കീം 99 വെച്ചതാണ്. 2027 അതിന് കിടക്കുന്നത് മാത്രമല്ല. അതുകൊണ്ടാണ് അത് ദുർബലമായി കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ മകൻ ആ ഒരു വിഭാഗത്തിൽ പെട്ടതായാണ് അദ്ദേഹം മനസ്സിലായി. അതിന് ആവശ്യമൊന്നുമില്ല, ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് അത് വളരെ ദുർബലമാണ്. അതിന്റെ മാറ്റം വരാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇത് കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ ഞാൻ പിന്നെ മന്ത്രിക്ക് ഒരു MP നമ്മുടെ ഷാഫിപ്പറമ്പിലെ MP മന്ത്രിയുടെ ഡയറക്റ്റ് ലെറ്റർ ഇത് പറയാം. അത് പാർലമെന്റിൽ വെക്കാമെന്ന് ഞാൻ പറയുന്നത് ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ് ഈ വിദേശികളുടെ മേഖലയിൽ ഇടപെടാൻ ആരുമില്ല, ചോദിക്കാനും ആരുമില്ല. ഈ ആശ്വാസകരുടെ പോലുള്ള ഒരു 600 രൂപയുടെ സ്കീമിൽ 18 വർഷം പെൻഡിംഗ് ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. നമ്മൾ കോട്ടയം ജില്ലയിൽ ചോദിച്ചപ്പോൾ ഇത് കേട്ടില്ല. കേരളത്തിൽ എല്ലായിടത്തും കിട്ടി. അങ്ങനെ അഡ്വാൻറ്റേജ് ഇവിടെ നമ്മുടെ അടുത്ത എഫക്റ്റിന് കേരളം ഒട്ടുകാരെ ബെനിഫിറ്റുണ്ടായി. ഇപ്പോഴേ നാളെ തിങ്കളാഴ്ച ഒരു സിറ്റിംഗ് ഉണ്ട്. അതിനുമായിട്ട് അവർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അല്ലല്ല 4 വർഷം വെട്ടി കൊടുക്കാത്ത കേസ് വേറെയാ. അത് അവർ രണ്ടാമത് അങ്ങോട്ട് പുതുക്കലല്ലാതെ ഫോം അയച്ചുകൊണ്ട് അവർ വെച്ച് പറയണം. ഇപ്പൊ എത്ര അയച്ചിട്ടുള്ളത് പിന്നെ ഇത് മാത്രമല്ലേ, നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല. ഇത് അയച്ചുകൊണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതല്ല 2023 ഒരു പുതുക്കൽ ഫോമുണ്ട്. അത് അയച്ചു കൊടുത്തിട്ട് അവരോട് വിളിച്ച് വേണം. ഇവിടുന്ന് DLSയുടെ തീരുമാനം ഉണ്ടായിട്ടുള്ളതാണ്
അതായത് ഒരിക്കലും ഗുണഭോക്താവായിട്ട് ഔട്ടായി പോരുമ്പോൾ രണ്ടാമത് ചേർക്കാനുള്ള തീരുമാനം ഇതാക്കിയത്. അപ്പോൾ അത് പറഞ്ഞാൽ മതി, വിളിച്ച് പറഞ്ഞാൽ മതി ചെന്നോളൂ. അപ്പോൾ 2023 ഫോം ഫില്ല് ചെയ്ത് അങ്ങോട്ട് അയച്ചിട്ടൊന്ന് വിളിച്ചുകൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാൻ പെട്ടെന്ന്. കഴിഞ്ഞത് കിട്ടിയതാണോ? പിന്നെ ആഘോഷം നോക്കിയിട്ടില്ല, നമ്മൾ അന്ന് ലീവ് കേസ് ചെയ്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൊടുക്കാനുള്ള രീതിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ലോഡ് ചെയ്യണോ? അപ്പോൾ ഈ 2023 ഫോം ഉണ്ട്, അന്ന് നമ്മൾ ഫിൽ ചെയ്ത് ആ ഫോം ഫിൽ ചെയ്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചാണ്. ലാസ്റ്റ് കിട്ടിയത് സാറേ, എനിക്ക് കിട്ടിയിട്ട് ഒരു 4 വർഷമായി. എൻ്റെ ആങ്ങളെയാണ്. മനസ്സിലായി ഞാൻ വിഷയം തന്നെയാണ്. അവന് കണ്ണിന് കഴിച്ചിട്ട് കിടപ്പ് രോഗിയാണ്, നടക്കാനും വരാതെ. പക്ഷെ അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ അവന് ഇത് ഒരു 4 വർഷം മുന്നേ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അംഗൻവാടി ടീച്ചർ വിളിച്ച് പറഞ്ഞു അമ്മയോട്, വിജയപുരം പഞ്ചായത്ത് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ട് അമ്മ വിജയപുരം പഞ്ചായത്ത് ഒരു കേസിൽ വരുന്നുണ്ടോ? വിജയപുരം പഞ്ചായത്ത് ഒരു എതിർകക്ഷിയാണ് ഏതൊരു നമ്മൾ ഇവിടെ വന്ന 60 ക്ലയൻസ് വന്നിരുന്നു. അവരുടെ എല്ലാം ക്ലിയർ ചെയ്ത് അതുകൂടാതെ നമ്മൾ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ഇട്ടിട്ടുള്ളവരെല്ലാം ഈ 2023 പുതുക്കൽ ഫോം, അതിനുശേഷം ഫോമൊന്നും വന്നിട്ടില്ല. ആ ഫോം ഫില്ല് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ. അവരെല്ലാവരും അവരെന്തെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താവായിരുന്നെങ്കിൽ 2018 നമ്മൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചത്. 2018 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്കിവിടെ DLS പ്രൊവൈഡ് ചെയ്തിരുന്നു. ഞാൻ പേര് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കി പറയാൻ പേരുണ്ടാവില്ല. ആളുടെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ നോക്കി പറയാം. അതിൻ്റെ ആ ലിസ്റ്റുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ളവരെ മുഴുവൻ പേര് ഉൾപ്പെടുത്താനുള്ള ഉറപ്പ് അവർക്ക് കണ്ടിട്ടുണ്ട്. അതിലേക്ക് അവിടെ കൊടുക്കുന്നവരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് എന്നോട് പറഞ്ഞാൽ മതി. ആ നമ്പർ ഞാനാണ് നോക്കി പറയാം. നമുക്ക് ലിസ്റ്റുള്ളത് എന്താ പുറകെ നടന്നാൽ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അല്ല, കിട്ടാത്ത ആൾക്കാരുടെ കാര്യമാണ്. അതിപ്പോൾ DLS ഇടപെട്ടപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പിന്നെ ആശ്വാസകരം എന്ന സ്കീം ഇപ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കൊരു ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും. ഇല്ല എന്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ മസ്റ്ററിങ് പറയില്ല. എന്ത് മസ്റ്ററിങ് ചെയ്യണം അങ്ങോട്ട് കിട്ടുള്ളൂ പറയുന്ന പോലെ എന്ത് കൊടുത്തു അന്തരീക്ഷോട് കിട്ടുള്ളൂ, വളരെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊടുത്തു. ഓക്കെ. അപ്പൊ UDD കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. UDD കാർഡാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല. അത് പലർക്കും ഇപ്പോൾ സംശയമുണ്ട്. സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം അല്ല, ഇതേ ഉള്ളൂ. അത് ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കാനില്ല. ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. ഓൺലൈനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാം, അതിന്റെ പ്രിന്റ് എടുക്കാം. ആ പ്രിന്റ് എടുത്താൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ഇതാണ് ചെയ്യുന്നത്. സംശയം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി മാനസികമായിട്ടൊരു ചെറിയ ഇതുണ്ട്. അവരെ വേറൊരു സ്ഥാപനത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അവർക്ക് മാസം തോറും ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടിക്ക് മെഡിസിൻ വേണം, മെഡിസിനും വാങ്ങിക്കൊടുക്കുക. ആ കുട്ടിക്ക് ഈ ഇതിൽ ഏതെങ്കിലും ഒരു സഹായം കിട്ടാൻ മാറും. ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? UDD കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? UDD കാർഡ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് UDD കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഉണ്ടാക്കണത് ഇപ്പോഴല്ലേ ഇപ്പോൾ പുതിയതായിട്ട് വന്നാൽ പുതുതായിട്ടല്ല, അത് ആക്ടിവിറ്റി ആക്ടിനൊപ്പം വന്നതാണ്. ആക്ടിവിറ്റി ആക്ടി നടത്താക്കിയിട്ട് വന്നത് 2018 മെഡിക്കൽ ബോർഡ് കൂടി ഞാൻ പറഞ്ഞല്ലോ, സ്വാവലംബൻ കാർഡ് നോട്ട് അക്ഷയത്തിൽ പോയി പറഞ്ഞാൽ മതി, അവരെ രജിസ്റ്റർ ചെയ്ത് തരും. അടിയപേക്ഷിക്കുന്നത് അതായത് സ്വാവലംബൻ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർ ആ സർട്ടിഫിക്കറ്റ് കൂടി കഴിഞ്ഞാൽ UDD കാർഡ് കട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ നമുക്ക് നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാം. ഏത് ഹോസ്പിറ്റൽ നമുക്ക് പോകേണ്ട സെലക്ട് ചെയ്ത് അവർക്ക് അസസ്മെന്റിനും പങ്കെടുത്ത് ആ സർട്ടിഫിക്കറ്റ് അപ്പൊ ഇത് UDD കാർഡിനെ കുറിച്ചുള്ള സംശയത്തിലാണ് പറയാം. ഏത് ഭിന്നശേഷിക്കാരനാണെങ്കിലും അത് ഭിന്നശേഷിക്കാരനാണ് എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല, അത് മെഡിക്കൽ ബോർഡാണ്. അത് ചെയ്യേണ്ട മാർഗമാണ് ഞാൻ പറഞ്ഞത്. UDD കാർഡ് ഡോക്ടർമാർ അസസ് ചെയ്തിട്ട് അവർ ഭിന്നശേഷി ഉണ്ടോ മെഡിക്കൽ സൈക്കോളജിസ്റ്റ് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഭൗതിക പരിപാടികൾ നേടുന്നതാണെങ്കിൽ IQ അസസ്മെന്റ് നടത്തണം. അപ്പൊ അതിന് വിരാജ് തന്നെ കൂടി അക്ഷയയിൽ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്യാനാണ് അത്രേ ഉള്ളൂ. ഞാൻ രണ്ടുകാര്യം പറഞ്ഞു. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ പോകും. ആ നോട്ടിഫിക്കേഷനിൽ കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് നമ്മളവിടെ അസസ്മെന്റ് പങ്കെടുക്കണം. അല്ലാതെ നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താലും കിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. കാരണം ഒരാൾ 2 വർഷം മുമ്പ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് 2 വർഷമായിട്ട് കിട്ടുന്നില്ല. ഞാൻ പിന്നെ സ്റ്റാർട്ടർ സെക്രട്ടറി എന്താണ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ പെർമിഷൻ ഒരു ഡൗട്ട് എടുക്കുന്നത് ഒരു കുട്ടി പൊക്കം വെക്കാനല്ല പൊക്കം വെക്കാതെ വരുമ്പോൾ ഭിന്നശേഷിയിലോട്ട് വരുമ്പോൾ 4 അടി 10 ഇഞ്ച് ഇത് കൊച്ചുകുട്ടിയാ അവനെ കാരണം കണ്ടുപിടിച്ച് ഗവൺമെൻറ് കുറവാണ് ഗവൺമെൻറ് കുത്തി വെച്ചാൽ പൊക്കം വെക്കും ഇല്ലെങ്കിൽ പൊക്കം വെക്കത്തില്ല അത് മെഡിക്കൽ കോളേജിൽ തീരുമാനമെടുക്കും ഹോർമോൺ കിട്ടാനുള്ള സാമ്പത്തിക ശേഷി ഹോർമോൺ കിട്ടുകയാണെങ്കിൽ കൊച്ചിന് പൊക്കം വെക്കും കുട്ടി ഇല്ലെങ്കിൽ ഈ ഭിന്നശേഷിയിലോട്ട് വരും. അപ്പോൾ അതിന് ഈ മരുന്ന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിലൂടെ പഞ്ചായത്തുകൾക്ക് എല്ലാവർക്കും അധ്യക്ഷണം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഫണ്ടുണ്ട്. ആ ഫണ്ടെന്താ ചെയ്യുന്നത്? ആ ഫണ്ടിൽ ഫണ്ടെന്താ ചെയ്യുന്നു? ഈ ഭിന്നശേഷി സഭ ചെയ്യുമല്ലോ, അവിടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിന് ഞങ്ങൾ റിക്വസ്റ്റ് വയ്ക്കുക. അതല്ല ഭിന്നശേഷി സഭ ചെയ്യുന്നത്. മനുഷ്യന്മാരുടെ ഫണ്ടുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കേസ് നമ്മൾ മെഡിസിൻ കിട്ടുന്നില്ലെങ്കിൽ ചെയ്യാം. അത് ഇവിടെ കിടക്കുന്നത് അവിടെ എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആവശ്യപ്പെടുന്നില്ല. എല്ലാപ്പോഴും നമ്മൾ വീൽചെയറിന്റെ കാര്യം അതുപോലെ അതിൽ നിന്നും ഇതിന്റെ കാര്യത്തിൽ പറയുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ നാപ്കിൻ ഓർഡർ അതുപോലുള്ള കിടപ്പിലായിട്ടുള്ളവർക്ക് സ്നാക്കിംഗ് ഓർഡർ പഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ടല്ലോ. മെഡിസിനുകൾ ഫണ്ട് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അത് ഉപയോഗിക്കണം. ഇത് അറിയാതെ ചെയ്യാൻ കൂടാ. നമ്മുടെ ഈ ക്ലാസ് ഉദ്ദേശത്തിലേക്ക് അറിയാമെന്നും നിങ്ങളെ വളരെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഈ വിഷയങ്ങളിൽ ഇപ്പോഴും കാര്യമായിട്ട് അറിയുന്നതില്ല. കുട്ടികൾ യൂണിറ്റി കാർഡ് ഇപ്പോൾ ഒരു കൃഷി കൂടെ യൂണിറ്റി കാർഡിലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് വിളിച്ചത് യൂണിറ്റ് കാർഡ് എന്നാ അപ്ലൈ 2 വർഷമായിരുന്നു. ഞാൻ ടീച്ചേഴ്സ് ആയിട്ട് അപ്ലൈ നോക്കിയപ്പോൾ അപ്ലൈ ചെയ്തു. കാർഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അറിയിക്കുക. ഞാൻ ചെയ്തതിലേക്ക് വന്നോളൂ അങ്ങനെ വരുന്നില്ല. നടക്കാൻ പറ്റില്ല. അതാണ് ഓക്കെ. അപ്പൊ യൂണിറ്റ് കാർഡ് ക്ലിയർ ആയിരുന്നു സാറേ? സാറിന് സംശയം തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ സംശയം വിളിച്ചു നോക്കിയാൽ മതി. എന്നെ വിളിച്ചു നോക്കിയാൽ പാട്ട് പിന്നെ ഒരു സ്കീമായിട്ട് നമുക്കുള്ളത് ഇവിടെ ബസ്സിന്റെ കൺസ്ട്രക്ഷൻ. അത് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അതിനകത്തും ഒരു പരിമിതിയുണ്ട്. 40 കിലോമീറ്റർ വരെ ആ കൺസ്ട്രക്ഷൻ ഉണ്ട്. ബസ്സിന്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. അങ്ങനെ പറയാറുണ്ട്. ബസ്സിന്റെ കൺസ്ട്രക്ഷൻ ഭിന്നശേഷിക്കാരനും ഭിന്നശേഷിക്കാരൻ്റെ എക്സ്പോർട്ട് ഉണ്ട്. 2 പേർക്ക് 50% കൺസ്ട്രക്ഷൻ. പക്ഷെ ആ ഭിന്നശേഷിക്കാരന്റെ സ്റ്റേഷനിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരത്തിലുള്ള കൺസ്ട്രക്ഷനേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം കാർഡ് എടുക്കുകയും ചെയ്യും. പക്ഷെ കാർഡ് എടുക്കുമ്പോൾ യൂണിറ്റ് കാർഡ് ബേസായിട്ട് കൊടുത്തിട്ട് കാർഡ് എടുക്കണം. അതുപോലെ തന്നെ ഇന്നോടാണ് റെയിൽവേ കൺസ്ട്രക്ഷൻ. റെയിൽവേയിൽ കുറച്ചുകൂടെ ലിബറലാണ് ഇന്ത്യ കൊടുത്ത് ചെയ്യുന്നത്. നമുക്ക് ആ കാർഡ് ഉപയോഗിച്ചിട്ട് അതിനൊരു കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും 25% തൊട്ട് 75% വരെ 2 പേർ ഭിന്നശേഷിക്കാരുടെ എക്സ്പോർട്ട് 2 പേർക്ക് കൺസ്ട്രക്ഷൻ. അത് 25% തൊട്ട് 75% എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ട്രെയിനുകളുടെ സാധാരണ ട്രെയിനുകളിലെല്ലാം സെക്കൻഡ് എ സി വരെ 75%. പക്ഷേ ജനശതാബ്ദി പോലെയോ അല്ലെങ്കിൽ ശതാബ്ദി പോലെയോ ശതാബ്ദി അല്ലെങ്കിൽ അതുപോലെ വന്ദേ ഭാരത് ഇങ്ങനെയുള്ള ചില ട്രെയിനുകൾക്ക് ചില കുറവുണ്ട്. അതാണ്. അപ്പോൾ അത് വേണമെന്ന് പ്രശ്നം. പിന്നെ നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിന്റെ ഒരു റിലേറ്റീവിനെ കുറിച്ച് പറയുന്നു. ഇൻകം ടാക്സിന്റെ ഒരു റിലേറ്റീവ് പക്ഷെ അതിപ്പോൾ വലിയ ആപ്ലിക്കബിളായിട്ട് വരുന്നില്ല. കാരണം പിന്നെ ഇപ്പൊ 2 സ്കീം ഉണ്ടല്ലോ ഇൻകം ടാക്സിൽ. അറിയാമല്ലോ, ഒരു ഓൾഡ് റീ ചെയ്യുമ്പോൾ ഒരു 100 ചെയ്യും. 100 ചെയ്യുമ്പോൾ ഇപ്പോൾ 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആക്കി. അതെ, അത് ആക്കി. ഗോൾഡ് ചെയ്യുന്നതിൽ ഇപ്പോൾ ആ 3 ലക്ഷത്തിന് റേഞ്ച് കിടക്കും. പക്ഷെ അതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഈ 12 ലക്ഷം വരെ പ്രധാനപ്പെട്ട സാലറി തന്നെയാണ്. ബിസിനസ് ഇൻകം വരുമ്പോഴോ ഷോർട്ട് ടൈം ഗെയിം, ലോങ് ടൈം ഗെയിം ഇതൊക്കെ ടാക്സുകളാണ്. ലോങ് ടൈം ഗെയിം 1 ലക്ഷം കഴിഞ്ഞ ടാക്സുകളാണ്. ഷോർട്ട് ടൈം ഗെയിം ആണെങ്കിൽ ടോട്ടലി ടാക്സാണ്. അപ്പോൾ അതിന് ഈ 12 ലക്ഷത്തിൻ്റെ എക്സെപ്ഷൻ പെടുന്നില്ല. അതിന് എങ്ങനെയാണ് ടാക്സ് ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലായത്. പക്ഷെ അവിടെ ഒരു വേണമെങ്കിൽ ആണെങ്കിൽ 80% കൊണ്ടാണെങ്കിൽ 1.5 ലക്ഷവും അതിന് താഴെയാണെങ്കിൽ 75,000 ഇങ്ങനെ ഒരു സ്കീമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റ് വേണം. അതായത് നമ്മൾ നോക്കണം ഏതാണ് പറ്റുന്നത്. ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പിന്നെ ഏതെങ്കിലും ലോങ് ടൈം ഗെയിനോ ഷോർട്ട് ടൈം ഗെയിമിനൊക്കെ ഉണ്ടെങ്കിൽ അത് ടാക്സബിളായിരിക്കും. ആ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു 80-20 ഭിന്നശേഷിക്കാരൻ. ഇനി 80U എന്നോട് വേണ്ട സെക്ഷൻ ഉണ്ട്. അത് ഭിന്നശേഷിക്കാരൻ ഇങ്ങനെ ഇൻകം ഉണ്ടെങ്കിൽ ആ ഭിന്നശേഷിക്കാരന് ഈ ടാക്സ് അതിനകത്ത് വരുന്നത്. അത് 80U. ഇത് തന്നെ സെയിം തന്നെ 75 1. അപ്പോൾ ഏറ്റവും പ്രധാനം എല്ലാവരും ഒരു
ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ മതി 40% തന്നെയാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി. മിക്കവാറുള്ള ഡിസേബിലിറ്റി 40% മതി. പിന്നെ ഒന്നുള്ളത് ഈ അടുത്ത വന്ന ന്യൂസാണ് നമുക്ക് KCB ഒരു കണ്ടു കാണുന്നത് ഒരു യൂണിറ്റിന് 1,500 രൂപ വാങ്ങിച്ചു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. 100 യൂണിറ്റാണ് അതിന് താഴെ കൺസപ്ഷൻ വരാവുന്നത്. 2000 കിലോ വാട്ടിന് താഴെ ആയിരിക്കണം കണക്റ്റഡ് ലോഡ്. അറിയാമല്ലോ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ അറിയാം. വീട്ടിൽ കണക്റ്റഡ് ലോഡ് 2000 കിലോ വാട്ടിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ 100 യൂണിറ്റ് ഒരു മാസം മാക്സിമം ഉപയോഗിക്കാം. കുടുംബ വരുമാനം 50,000 താഴെ ആയിരിക്കുന്ന വർഷം. പല സ്കീമുകളുടെ ഒരു പ്രധാന പ്രശ്നം വരുന്നത് ഇതൊക്കെ അവസാനം ആദ്യം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാണുന്ന സാധാരണ കാര്യങ്ങളാണ്. കണ്ടീഷൻസ് അത്ര സ്ട്രിക്റ്റ് ആണ്. ഞാൻ സാമൂഹ്യ പെൻഷന്റെ കാര്യം പറയുന്ന പോലെ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഡെയിലി കഴിച്ചില്ല. അവരുടെ മോള് 10-35 വയസ്സായി. അപ്പ ലൈബ്രറി വാങ്ങാൻ തന്നെ ഒരു മാസം വേണം. ഗവൺമെന്റ് സർവീസിൽ ലോവർ ഗ്രേഡ് ഉണ്ടായിരുന്നു. 15,000 രൂപ ശമ്പളത്തിന് പെൻഷൻ കിട്ടും. അതാണ് ഇത് പെൻഷൻ കിട്ടിയത്. ഇതാണ് സിറ്റുവേഷൻ. ഇനി ഇത്തരത്തിൽ തീവ്ര വെല്ലുവിളികൾ നേരിടുന്ന ഒരാളെ ഒരു മാസം പരിചരിക്കണമെങ്കിൽ കാര്യങ്ങളൊന്നും ഒരു വർഷം പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ആ 1000 പോലും കിട്ടില്ല. ഒരു വർഷത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സുരക്ഷയെ കുറിച്ച് നമ്മുടെ ആഹ്ലാദ ആക്ട് പറയുന്നു. വിദ്യാഭ്യാസ സുരക്ഷ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 14 ദിവസം പിന്നെ നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസമാണ്. ഭിന്നശേഷിയായിട്ട് പറയാറ് 18 വയസ്സ് വരെ ഉണ്ട്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരന് ഇതിന്റെ ഭൗതിക പരിപാടിയോടെ ഭിന്നശേഷിക്കാരന് 18 വയസ്സ് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. 1% കൂടുതലല്ലാതെ പറയുന്നത്. ഇപ്പൊ അത്രയും കുട്ടികളെ ഇപ്പൊ കേരളത്തിലൊന്നും തന്നില്ല. ഇവരൊക്കെ സ്പെഷ്യൽ സ്കൂളുകളിലെ കൊണ്ട് ആക്കി അവരെ പരിചരിക്കുന്നത് ഒരു അവരുടെ ഒരു ദയ അല്ലെങ്കിൽ ആശയം മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ നിശ്ചയപ്പെടുത്തുന്നില്ല. അവർക്ക് സർവീസ് കൊടുത്താൽ ഗവൺമെന്റ് അവിടെ നിന്ന് കണക്കെടുക്കുമ്പോൾ ഈ 18 വയസ്സിന്റെ മുകളിലുള്ളവരെ കണക്കെടുക്കുന്നില്ല. കാരണം 3-15 വയസ്സ് പറയുന്നത് 15 വയസ്സിലെ ഒരു നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കിക്കും. സർക്കാരിന്റെ നോക്കുന്നു. അതാണ് അവസ്ഥ. പിന്നെ വേറൊരു സ്കീം എന്ന് പറയുന്നത് ഹസ്തദാനം എന്നുള്ള സ്കീം. ഹസ്തദാനം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 20,000 രൂപയുടെ ഒരു FD കിട്ടും. 18 വയസ്സിന് ശേഷം അത് വിത്തിൻ വർഷത്തോട് എടുക്കാം. ഇതാണ് ആ ഹസ്തദാനം എന്നുള്ള സ്കീം. 20,000 രൂപയുടെ FD മാത്രമേ. പിന്നെ ആശ്വാസ കേന്ദ്രത്തിന്റെ ഭൗതിക പരിപാടി നേരിടുന്നവർക്ക് അത് ഒഴിവാക്കും. ഇനി 2 വരുന്നുള്ളൂ. ബാക്കി വരുമാനം വല്ല ആപ്ലിക്കബിൾ. അങ്ങനെ പ്രശ്നമുണ്ട്. ജോലി കാണാത്ത ആൾക്ക് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. സ്വാശ്രയ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. 35,000 രൂപ സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് വനിത എടുക്കാം. അതും ഭർത്താവ് മരിച്ചുപോയ ഭിന്നശേഷിക്കാർ മക്കളുള്ള വിധവകളോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവ് കിടപ്പ് രോഗിയോ ആണെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് 35,000 രൂപ സ്കീം. അതിനാണ് സ്വാശ്രയ സ്വയം. പിന്നെ സ്നേഹയാനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഇതുപോലെ തന്നെ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളത്. 40% കൂടുതലാകാൻ പാടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാണ്. മറ്റു വരുമാന മാർഗമോ ഭർത്താവോ ഇല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരോ വിധവകളോ ആണെങ്കിൽ അവർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട്. പക്ഷെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. താല്പര്യങ്ങളെല്ലാം കൂടി. പിന്നെ വാഹനങ്ങൾക്ക് ഒരു ടാക്സ് ഉണ്ട്. 7 ലക്ഷം രൂപ. വാഹനങ്ങൾക്ക് എല്ലാത്തിനും ഇല്ല. 4 വീലർ മാത്രം. കാറ് മാത്രമേ ഉള്ളൂ. അത് 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനം വരുത്തി 7 ലക്ഷം വരെയുള്ള കാറിന് വിലയുള്ള കാറുകൾക്ക് ഭിന്നശേഷിക്കാരൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു ടാക്സ് ഉണ്ട്. അത് 7 ലക്ഷം വരെയുള്ളത് മാത്രം. പക്ഷേ സ്കൂട്ടറിന് കിട്ടില്ല. കാരണം ഓർഡറിൽ കാറിന് ചെയ്തിരിക്കുന്നതാണ്. സ്കൂട്ടറിൻ്റെ അതും വലിയ പ്രശ്നമുണ്ടായിട്ടില്ല. അത് 1-2 പേര് ഇങ്ങനെ കൺസെഷൻ കൊടുത്തു സ്കൂട്ടറുകാർ. പിന്നെ ഒരു ഓർഡർ പറഞ്ഞപ്പോൾ അതിനത് ഓർഡറിൽ കിടക്കുന്ന കാറെന്നാണ്. അപ്പോൾ സ്കൂട്ടറിൻ്റെ പിന്നെ അത് തിരിച്ചു വാങ്ങിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമില്ല. അത് ഓർഡറിലുണ്ടാകുന്ന ചില കൺഫ്യൂഷൻ. ഇലക്ട്രിക് എഫക്ട് ചെയ്ത് തന്നെ അധികം പൈസ കൊടുക്കും. ഇലക്ട്രിക് കറണ്ടിലോട് ചാർജ് ചെയ്തു. കറണ്ടിൽ ചാർജ് ചെയ്തോടല്ലേ ഇലക്ട്രിക് അത് പൈസ ഇല്ല. ഈ പറയുന്ന 7 ലക്ഷം അന്ന് തുകയില്ല. ടാക്സ് അടയ്ക്കണ്ട. അതെ ഞാൻ സാധാരണ 7 ലക്ഷം സാധാരണ വണ്ടികളുടെ കാര്യം പറഞ്ഞത് അതിന് ടാക്സ് ഇലക്ട്രിക് കാറിനൊന്നും വേണ്ട. ഇപ്പം വേണ്ട.
പിന്നെ സഹായ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വീൽ ചെയർ, സാധാരണ വീൽ ചെയർ അല്ലെങ്കിൽ ചില മൊബൈലുകളുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള കഴിവ് ഈ വ്യക്തി കൊണ്ടുവന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ വികലാംഗ, അതായത് ഭിന്നശേഷി കോർപ്പറേഷൻ വഴി സാമൂഹിക വകുപ്പുണ്ട് അത് ലഭിക്കുന്നു. പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് ചില കൺസെഷൻ ഉണ്ട്. അവർക്കൊരു 15 ദിവസത്തെ കാശ് എക്സ്ട്രാ ആയിരുന്നു. 15 ദിവസത്തെ കാശ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ അവർക്ക് ചില കൺസെഷൻ ഗവൺമെൻറ് ഓർഡർ പറയുന്നു. അവർ ജനറൽ ട്രാൻസ്ഫറിൽ അവരെ പെടുത്തരുത്. അതുപോലെ ട്രാൻസ്ഫർ പെടുത്തുകയാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് അവറിൽ പെറുതേക്കും മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ ഒരു 16 മണിക്കൂറിൻ്റെ റിലാക്സേഷൻ കൂടി അങ്ങനെയുള്ളവർക്കുണ്ട്. ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം കൂടെ വന്നിട്ടുണ്ട്. ആ ഇളവിൽ ഭിന്നശേഷിക്കാരായിട്ട് മാതാപിതാക്കൾ ഇല്ലാത്തവരാണ് സഹോദരനാണ് പിന്നെ സഹോദരനും ആയുള്ളത് ഭാഗമാക്കിയിട്ടുണ്ട്. പിന്നെ സർക്കാർ സർവീസിൽ ഒരു സംവരണം ഉണ്ട്. 5% സംവരണം ഉണ്ടെന്നുള്ളത് 1% ഒരു വിഭാഗങ്ങൾക്ക് വേണ്ടി. പക്ഷെ അവിടെയും ചില പ്രശ്നം വരുന്നത് ഔദ്യോഗിക പരിപാടി നേടുന്ന സംബന്ധിച്ചൊന്നും അപ്ലിക്കബിളല്ല. അവർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ മതി. അത് ശരിക്കും അവർക്ക് അപ്ലിക്കബിളല്ല. ചെറിയ ഫിസിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പറ്റുന്നതാണ് 5% പിന്നെ കേരളത്തിൽ നമ്മുടെ വികലാംഗ കോർപ്പറേഷൻ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പം പറയുന്നത് ഭിന്നശേഷി കോർപ്പറേഷൻ. ഈ ഭിന്നശേഷി കോർപ്പറേഷൻ ചില വായ്പകൾ കൊടുക്കുന്നു. ഭവന വായ്പയായിട്ട്, തൊഴിൽ ചെയ്യാനും വാഹനമായിട്ട് ചില വായ്പ കൊടുക്കുന്നു. പക്ഷെ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഭിന്നശേഷിക്കാരുടെ എന്തെങ്കിലും മാസത്തിലൊക്കെ ഉണ്ടാവും. അത് കാണിക്കാൻ നല്ല ഒരു കൊടുക്കും. അങ്ങനെയല്ല. പിന്നെ മറ്റു ചിലതുള്ളത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പിള്ളേർക്ക്, ഭിന്നശേഷിക്കാരുടെ കാര്യമല്ല, ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുണ്ട്. പക്ഷെ കുട്ടികൾ ഭിന്നശേഷിയൊന്നുമില്ലെങ്കിലും അവർക്ക് ഒരു വിദ്യാകരണം എന്ന ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് 300 തൊട്ട് 1000 രൂപ വരുന്നതാണ്. 300 1000 രൂപ വരെ അങ്ങനെയുള്ളത് കുട്ടികൾ. അത് എത്ര പോലെ പഠിക്കുന്നു അതനുസരിച്ച് ചെറിയ ക്ലാസ്സിൽ വേണമെങ്കിൽ 300 രൂപ, പിന്നെ PG ലെവലിലേക്ക് 1000 രൂപ എന്ന തരത്തിലുള്ള സ്കോളർഷിപ്പ് അവർക്ക് കൊടുക്കും. പിന്നെ വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഒരു 1500 രൂപയുടെ യൂണിഫോമും 3000 രൂപയുടെ സാമ്പത്തിക സഹായം വരെ പഠനോപകരണം. പിന്നെ വിദൂര സ്കോളർഷിപ്പ്, ഈ ഭിന്നശേഷിക്കാരാണെങ്കിൽ വിദൂര സ്കോളർഷിപ്പ് അല്ല വിദൂര വിദ്യാഭ്യാസം നടത്തുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചിലവുള്ള ഒരു റീഇംബേഴ്സ്മെന്റ് 10,000 രൂപ വരെ കിട്ടുന്നു. പിന്നെ പരിണയം എന്നുള്ളൊരു സ്കീമുണ്ട്. അതായത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെമ്മക്കെട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സഹായം 30,000 രൂപയുടെ കൂടുതൽ സഹായം. ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ പെമ്മക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായം. പിന്നെ കാഴ്ചയുടെ പ്രശ്നമുണ്ട്. അതായത് വിഷൻ ഇമ്പയർഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റുമാർക്ക് നല്ല സഹായം ഉണ്ടെന്ന് ഒരു സൈറ്റിൽ കാണുന്നുണ്ട്. അതെന്താണ് സഹായം അഡ്വക്കേറ്റുമാരാകുന്നത് അറിയില്ല. അങ്ങനെ സഹായം അവർക്ക് കൊടുക്കാം. പിന്നെ അതായത് വിഷൻ ഇമ്പയർഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റുമാർക്ക് ഒരു സാമ്പത്തിക സഹായം. പിന്നെ മാതൃജ്യോതി. മാതൃജ്യോതി എന്ന് പറയുന്നത് 60% ഭിന്നശേഷിയുള്ള അമ്മമാർ അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത 2 വർഷത്തേക്ക് 24 മാസം 2000 രൂപ വെച്ച് പറഞ്ഞ ഒരു സ്കീം മാതൃജ്യോതി. അത് മാസത്തിൽ ഉണ്ടായിരുന്നു. 24 മാസത്തിൽ. പിന്നെ ഉള്ളത് കലാകായിക പരിശീലനത്തിന് വേണ്ടി ശ്രേഷ്ഠം എന്ന് പറയുന്നത് കലാരംഗത്ത് വാസനയുള്ള അല്ലെങ്കിൽ കായിക രംഗത്ത് വാസനയുള്ള ട്രെയിനിങ്ങിന് വേണ്ടി പോകാനായിട്ട് സഹായം ഒരു ജില്ലയിൽ 4 പേർക്കിടെ കൊടുക്കാം എന്നുള്ളത്. 5-10 പേർക്ക് 5 പേർ കലാരംഗത്ത് 5 പേർക്ക് പറ്റും. അത്തരത്തിലൊരു സ്കീമുണ്ട്. പിന്നെ ഒരു പരിരക്ഷ എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. പരിരക്ഷ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അടിയന്തര ചികിത്സ കൊടുക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ തിരുവനന്തപുരം ഉപേക്ഷിക്കപ്പെട്ട ഭിന്നശേഷിക്കാരന് അടിയന്തരമായിട്ട് മെഡിസിനോ ഡ്രസ്സോ അല്ലെങ്കിൽ അവർക്ക് ആംബുലൻസോ ഒക്കെ കൊടുക്കണമെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസർക്ക് 20,000 രൂപ വരെ അവർക്ക് അനുവദിക്കാനുള്ള അധികാരമുണ്ട്. അതിൽ കൂടുതൽ വേണ്ടി പിന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി കളക്ട് ചെയ്യുവാനുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ കൊടുക്കുക. ഇതിനൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ കലാമിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ആണ് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ DLS തന്നെ ഇടപെട്ട് കോട്ടയം സൂത്രയിലെ DMO അതുപോലെ തന്നെ കളക്ടർ സാറ് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ഇങ്ങനെ അതൊരു ബോർഡ് ഉണ്ടായിരുന്നു.
ആ ബോർഡിൽ നമ്മുടെ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ DLSL അന്നിരുന്ന് സാറ് സംസാരിക്കുകയും അതനുസരിച്ച് ഞങ്ങളെല്ലാം അന്നുണ്ടായിരുന്ന എല്ലാ PLDസും ഓരോ പഞ്ചായത്ത് തലത്തിൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് കുട്ടികളെ ആണെങ്കിലും പ്രായമുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അപേക്ഷ മേടിച്ചു. അവരുടെ അപേക്ഷ മേടിച്ചുകൊണ്ട് ഇവരുടെ ഒരു അദാലത്ത് നമ്മൾ വെപ്പിച്ചു. അങ്ങനെ നമുക്ക് അപ്പം 40% തൊട്ട് ഡിസബിലിറ്റീസ് ആയിട്ടുള്ളവർക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അന്ന് അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളെല്ലാം ആ സമയത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാറ് സുധീഷ് സാറായിരുന്നപ്പം ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് 2014 അന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇത് കുറച്ച് നാളുകളായിട്ടുള്ള ഇത് കിട്ടാതെ വന്നിട്ട് ഇങ്ങനെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോർഡ് അവിടെ ശരിക്കും ബോർഡിൻ്റെ ആൾക്കാർ ശരിക്കും പ്രവർത്തനം നടക്കുന്നില്ല. അതിൻ്റെ ഒരു പാളിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതാണ് സാറ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് കളക്ടർ സാറുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ആധാർ കാർഡ് കിട്ടാൻ പാടില്ല അത് കളക്ടറോട് സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം സാറിനോട് എനിക്ക് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 2021 എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഞാൻ 18 വർഷമായി ആ ക്യാമ്പില് പിന്നെ വേറെ RPWD ആക്ട് പ്രകാരം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ജില്ലാ തലത്തിലും സാറിന് അറിയാം ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമായിട്ട് ആക്ട് പറയുന്നത് ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ബജറ്റ് ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക, അവരുടെ അവകാശങ്ങളിലെ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കുണ്ട്. പക്ഷെ ആ കമ്മിറ്റി അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അറിയാം അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പുറകെ നടന്ന് ചെയ്ത് വിജയിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. RPWD ആക്ട് പറയുന്നത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും കമ്മിറ്റി ഉണ്ട്, ജില്ലാ തലത്തിലും കമ്മിറ്റി ഉണ്ട്. പക്ഷെ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇനി 8181 3179 8181 3179 തങ്കച്ചൻ സാറേ അതാണ് 3179. അപ്പൊ എല്ലാ PLDമാരും അവരവരുടെ ഏരിയയിലുള്ള ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചു കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ചെയ്യാൻ പറ്റാത്ത സംശയം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് നൽകുന്നത്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.